ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഒരു കുറച്ച് നാളുടെ ഗ്യാപ്പിന് ശേഷം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ UAE ഇല്ലേ ദുബായിലേക്കൊക്കെ ജോലി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് CV ഇല്ലെങ്കിൽ നാട്ടിലെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഇവിടെയുള്ള വേക്കൻസീസിൽ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള ഒരു സ്കോപ്പ് എത്രത്തോളമാണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എനിക്കതൊരു പോസിറ്റീവ് തിങ് ആയിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ 2 റീസൺ ആണ് മെയിൻ ആയിട്ടും. ഒന്ന്, മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറെ ആൾക്കാരൊക്കെ എനിക്ക് മെയിലായിട്ട് അവരുടെ CVs ഒക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പൊ ആ CV ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നാട്ടിലെ അഡ്രസ്സ്, നാട്ടിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പം ബേസിക്കലി നാട്ടിലെ ഒരു റെസ്യൂമിന്റെ സ്ട്രക്ചറാണ് അത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ജോലി നോക്കുന്ന ആൾക്കാരുണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്കാണെങ്കിലും UAE വരാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഞാനും നാട്ടിൽ നിന്ന് ഇതുപോലെ ഒരുപാട് ജോലി നോക്കിയിരുന്നു, അപ്ലൈ ചെയ്തിരുന്നു. ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഫോർ മീ എനിക്ക് അതിന് വെരി പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പം നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഗ്നോറൻസ് ആയിരിക്കും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പം അത് അങ്ങനെ ഒരു ഇഗ്നോറൻസ് വരാനുള്ള ഒരു റീസൺ എന്താണ്, ഇല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്ന ആൾക്കാർ ഇന്റൻഷനലി നമ്മളെ അവോയ്ഡ് ചെയ്യുന്നതാണോ, അതോ ഇവിടുത്തെ ഒരു സിനാരിയോ അങ്ങനെയാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മെയിനായിട്ട് ഒന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. സെക്കൻഡ് തിങ്, നാട്ടിലെ ആ ഒരു CV വെച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, ഈ 2 കാര്യങ്ങളാണ്, അതിന്റെ റീസൺസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ജോലി എബ്രോഡ് ഏത് കൺട്രി ആണെങ്കിലും, UAE മാത്രമല്ല വേറെ ഏത് കൺട്രിയിലാണെങ്കിലും, നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ജോലി അന്വേഷിച്ച് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ജോലി കിട്ടി എബ്രോഡ് പോവുക എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാളുടെ ഒരു സ്വപ്നമായിരിക്കും. പക്ഷേ വൈ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഗെറ്റ് എ ജോബ് ഇൻ എബ്രോഡ്? നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഈ മറ്റുള്ളവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതാണോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. നമുക്ക് വിഷമം തോന്നാറുണ്ട്, സങ്കടം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ ആരും ഹെൽപ്പ് ചെയ്യാത്തതെന്നൊക്കെ തോന്നാറുണ്ടാവും. ഇല്ല, എനിക്ക് എന്തുകൊണ്ട് ഒരു ജോലി കിട്ടുന്നില്ല? സത്യത്തില് നമ്മൾ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് എന്നുള്ളതിന്റെ ഒരു റിയാലിറ്റിയാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് റിയാലിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, അവർ എപ്പോഴും ഇപ്പം ഈവൻ കാനഡ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യമാണെങ്കിൽ പോലും നമുക്ക്, ഇല്ലെങ്കിൽ UAE ആണെങ്കിലും, നമ്മൾ ആ കൺട്രിയിൽ കറന്റ് പ്രസന്റ് ആവുമ്പോഴാണ് നമ്മുടെ പ്രസൻസ് ആ കൺട്രിയിൽ ഉണ്ടായിരിക്കണം. ലൈക്ക് ഇപ്പം നാട്ടിലാണെങ്കിൽ കൂടി നമ്മളുടെ ഒരു ജോലിക്ക് നമ്മളുടെ CV അല്ലെങ്കിൽ റെസ്യൂമെ അയച്ച് വിത്തിൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ഇന്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ കോളിൽ അവർ പറയുന്നത് ദ വെരി നെക്സ്റ്റ് ഡേ യു ഹാവ് ടു അറ്റൻഡ് ദ ഇന്റർവ്യൂ. ആ ഒരു കാര്യമായിരിക്കും. സെയിം കൈൻഡ് ഓഫ് തിങ് ആണ് ഇവിടെയാണെങ്കിലും. നമുക്ക് ഒരു ഇന്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് 1 or 2 ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഇന്റർവ്യൂവിന്, അതായത് ഇവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അവരെ ഏറ്റവും കൂടുതൽ, ഐ മീൻ എമിറാത്തീസിനല്ല ഉദ്ദേശിക്കുന്നത്, ഇവിടെ പ്രസൻസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിന് വിളിക്കുന്നത്. അത് മീൻസ് അവർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. ഒരു CV ഒരു HR റിക്രൂട്ടറുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവര് CV ഒക്കെ അനലൈസ് ചെയ്ത് വൺസ് അവർ ഓക്കെ ആണ്, നമ്മൾ ഇന്റർവ്യൂവിന് കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നാട്ടിലെ നമ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇന്റർവ്യൂ കോൾസ് കിട്ടത്തില്ല. എത്ര നല്ല CV ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും നമുക്ക് ഒരു ഇന്റർവ്യൂ കോൾ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഓൺലി വെരി ലെസ് ചാൻസ് ആണ്. ബിക്കോസ് ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ജോബ് നേച്ചർ, അല്ലെങ്കിൽ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് സൂപ്പർ കോമ്പറ്റേറ്റീവ് ആണ്. അപ്പൊ ആ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ
ഒരിക്കലും ഒരു റിക്രൂട്ടർ നാട്ടിൽ നിന്ന് ഒരാളെ ഇന്റർവ്യൂ എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, വെരി ലെസ് പോസിബിലിറ്റി. അതല്ലാത്ത പക്ഷം ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെയാണ് അതിലൊരു പ്രിഫറൻസ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഫോർ മീ, ഞാനൊരു HR ആയിട്ട് എന്റെ കമ്പനിയിൽ ഇരിക്കുമ്പോൾ ഡെയിലി ലൈക്ക് ഇവിടെയുള്ള നൂറുകണക്കിനുള്ള കമ്പനികളിൽ ഒരു കമ്പനിയാണ് എന്റെ കമ്പനി എന്ന് പറയുന്നത്. അവിടെ തന്നെ ഡെയിലി ഒരു 5 to 10 പീപ്പിൾ ഈവൻ വോക്കിനായിട്ട് വരെ ഇന്റർവ്യൂസ് CV ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വേക്കൻസീസ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും ഒറ്റേ ടൈമിൽ മോർ ദാൻ 100 CVs ആയിരിക്കും വിത്തിൻ അവേഴ്സിനുള്ളിൽ നമുക്ക് ലഭിക്കുക. അപ്പൊ ഒരിക്കലും ഒരു റിക്രൂട്ടർ നാട്ടിൽ നിന്നുള്ള ഒരു CV കിട്ടിക്കഴിഞ്ഞാൽ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള CV ആണ്, അവരുടെ ഡെസിഗ്നേഷൻ അത്രയും മാച്ചിങ് ആയിട്ടുള്ള CV ആണെന്ന് പറഞ്ഞാൽ പോലും നാട്ടിലൊക്കെ ഉള്ള ഒരാളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഇന്റർവ്യൂ എടുത്ത് അവരിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കത്തില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. എപ്പോഴും ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അവർക്ക് പ്രിഫറൻസ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പോയിന്റിലും പറഞ്ഞു, മുന്നത്തെ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈ കോമ്പറ്റീറ്റീവ് ആണ്. സോ നാട്ടിലെപ്പോലും നമ്മൾ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരോട് മാത്രമല്ല, ഇന്ത്യയിൽ ഉള്ള ആൾക്കാരോട് മാത്രമാണ് കോമ്പറ്റീറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ലൈക്ക് ഇന്ത്യൻസ് ഉണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്, ദെൻ ഫിലിപ്പീൻസ് ഉണ്ട്, റഷ്യൻസ് ഉണ്ട്, അതർ ലൈക്ക് ഈ ഓൾമോസ്റ്റ് വേൾഡിന്റെ എല്ലാ സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഈ UAE പ്രസന്റ് ആണ്. സോ അവരുമായിട്ടാണ്, അങ്ങനെയുള്ള പ്രൊഫഷണൽസുമായിട്ടാണ് നമ്മളുടെ ഒരു റെസ്യൂം ഇല്ലേ, നമ്മളുടെ പ്രൊഫൈല് കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ റെസ്യൂമിൽ ഉണ്ടെങ്കിലാണ്, നമ്മളുടെ സ്കില്ലിൽ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ സെയിം തിങ് ആണ്, ഒരു CV ഒരു HR റിക്രൂട്ടർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവര് ഇപ്പൊ ഔട്ട് ഓഫ് കൺട്രി ആയിട്ടുള്ള ഒരാളെ ഹയർ ചെയ്യാന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടു മച്ച് ഡിഫിക്കൽട്ട്. അങ്ങനെ ഒരു പോസിബിലിറ്റി കിട്ടത്തില്ല. അത് വളരെ ലെസ് ചാൻസ് ആണ് അങ്ങനെയുള്ള ആൾക്കാർക്ക്. അതാണ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് CV അയക്കുമ്പോൾ ഇന്റർവ്യൂ കോൾസോ ഇല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ഒന്നും കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്ന് പറയുന്നതിന്റെ റീസൺ. കിട്ടാത്തതും അതുകൊണ്ടാണ്. തേർഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വിസ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഒരു റീഅലോക്കേഷൻ ചാലഞ്ചസ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നമ്മളുടെ CVയിൽ നമ്മുടെ നാട്ടിലാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു റിക്രൂട്ടർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു വേക്കൻസി വന്നു, നമ്മൾ ആ വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്തു, നമുക്ക് നമ്മുടെ CV നോക്കുമ്പോൾ 100% മാച്ചിങ് ആണ്, ATS ഫ്രണ്ട്ലി ആണ്, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. ബട്ട് ദ തിങ് ഈസ് ആക്ച്വലി ആ ഒരു സ്ഥാനത്ത് HR റിക്രൂട്ടർ ചിന്തിക്കുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇനി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അയാൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു പുതിയ വിസ എടുത്ത് UAE വന്ന് ഇവിടേക്ക് റീഅലോക്കേറ്റ് ചെയ്ത് ബാക്കിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിയും. സപ്പോസ് ഒരു വിസ പ്രൊവൈഡ് ചെയ്യാൻ അവർ റെഡി ആണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇത്ര ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം ആവശ്യമാണ്. അപ്പൊ അത്രയും ടൈമിനുള്ളിൽ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അതൊരു അർജന്റ് ഹയറിംഗ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ കമ്പനീസും ലൈക്ക് എപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും അതൊരു അർജന്റ് ഹയറിംഗ് ആയിരിക്കും. അപ്പൊ ഒരിക്കലും നാട്ടിൽ നിന്നുള്ള ഒരാളെ ഇങ്ങോട്ടേക്ക് ഹയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് കുറച്ച് ടൈം ഡ്യൂറേഷൻ ലിമിറ്റേഷൻ ഉണ്ട് അതിൽ. അപ്പൊ ആ ടൈം വരെ ചിലപ്പോൾ അവർ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടാവില്ല. ബിക്കോസ് ഒരു കൺസേൺ കമ്പനിയിൽ അല്ലെങ്കിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് പുതിയ വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ അത് ലിമിറ്റഡ് പീരീഡിനുള്ളിൽ തന്നെ ആ വേക്കൻസീസ് ഫില്ലാകും. കാരണം അത്രത്തോളം കാൻഡിഡേറ്റ്സ് കൂടിയുണ്ട്. പിന്നെ ഒരിക്കലും ഒരു HR ഈ പറയുന്ന പോലെ വിസ കാര്യങ്ങളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് ആ കാൻഡിഡേറ്റിനെ ഇവിടെ എത്തി അവർ ഇവിടെ നിന്ന് സെറ്റായി അവരുടെ പേപ്പർ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് വിസ പ്രോസസ് ചെയ്യുന്നവരെ ഒന്നും ആരും വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിസ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ റീഅലോക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള തിങ് ആണ്. ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഈവൻ സപ്പോസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫറൊക്കെ ബൈ മെയിൽ ആയിട്ട് വരും. അതായത് ഇന്റർവ്യൂ കോൾസ്, ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റ്, പ്ലേസ്, ലൊക്കേഷൻ, എവറിത്തിങ് ഒരു മെയിലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഇവിടെ ഷെഡ്യൂൾ ആവുന്നുണ്ട്. അപ്പോ ലൈക്ക് നിങ്ങൾക്ക് സപ്പോസ് നാട്ടിലേക്ക് അങ്ങനെ ഒരു മെയിൽ വരികയാണ്, നിങ്ങളുടെ CV കണ്ട് നിങ്ങൾക്കൊരു മെയിൽ ഒരു ഇന്റർവ്യൂ കോള് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക.
ബിക്കോസ് ഒരുപാട് ക്യാഷ് മേടിച്ചിട്ട് പേയ്മെന്റ് മേടിച്ച് ഓപ്പർച്യൂണിറ്റീസ് തരാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കമ്പനീസ് ഇവിടെ ഉണ്ട്. അപ്പൊ അതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഫസ്റ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഒരു ഇന്റർവ്യൂ കോൾ ആയിരിക്കും. ഒരു 90% ജെന്യൂൻ ആയിട്ടുള്ള കമ്പനികളും ജെന്യൂൻ ആയിട്ടുള്ള റിക്രൂട്ടേഴ്സും ഒരിക്കലും ഡയറക്ട്ലി മെയിൽ അയച്ചിട്ട് ഇന്റർവ്യൂസിന് വരാൻ പറയില്ല. അവരൊരു ഫസ്റ്റ് കോൾ ആയിരിക്കും. ആ ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത് അവരൊരു ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ആയിട്ടായിരിക്കും എടുക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, ഇല്ലെങ്കിൽ നിങ്ങൾ കറന്റ് വർക്ക് ചെയ്യുന്നവരാണോ, കറന്റ് സാലറി എന്താ, പാക്കേജ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ കോൾ ആയിരിക്കും. ആ കോളിന് ശേഷം ഇഫ് എവറിത്തിങ് ഈസ് ഫൈൻ ദെൻ ഓൺലി ഇമെയിൽ ത്രൂ ഇമെയിൽ കമ്പനിയുടെ നെയിം, ഡീറ്റെയിൽസ്, ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് ഡയറക്ട്ലി ഒരു ഇമെയിൽ വരുവാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അതൊരു ഫേക്ക് ഇമെയിൽ ആയിരിക്കും. അപ്പം അതിലൊന്നും പെടാതിരിക്കുക. അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ജോലി നോക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജെന്യുവൻ ആയിട്ടുള്ള കമ്പനിയാണ് എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ എക്സ്പീരിയൻസ് അല്ലെ UK എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് ചാൻസസിന് ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ജോലി നോക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഇവിടെ വന്നിട്ട് ജോലി നോക്കുമോ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ട്രെയിനിങ് ആയിട്ട് എവിടെയെങ്കിലും ജോയിൻ ചെയ്യോ, അതിനുശേഷം ഏതെങ്കിലും കമ്പനിയിൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് ചാൻസസിൽ ഒരു ഹൈ ഇമ്പാക്ട് ഉണ്ടാവും. എപ്പോഴും എല്ലാ കമ്പനികളും ഹയർ ചെയ്യുമ്പോൾ ദ വെരി നെക്സ്റ്റ് ഡേ മുതൽ അവര് ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ എന്നെ ഹയർ ചെയ്തു, ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, ദ വെരി നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ ആ കമ്പനിയുടെ പഴയ ഓൾറെഡി ഉള്ള ഒരു എംപ്ലോയിനെ പോലെ വേണം നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാനൊരു ഫ്രഷറാണ്, എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു അഡാപ്റ്റബിലിറ്റി, ഇല്ലെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള ലോക്കൽ എക്സ്പീരിയൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊരു നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പൊ നാട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ഒരു റെസ്യൂം അയച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റെസ്യൂമിന് റിജക്ഷൻ ആണ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ റിക്രൂട്ടേഴ്സ് എപ്പോഴും അവർക്ക് ഇപ്പോൾ ഒരു വേക്കൻസി അവർ ഇൻഡീഡിൽ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് കിട്ടുന്ന റെസ്യൂംസ് അവർ എപ്പോഴും ഫിൽട്ടർ ചെയ്യുന്നത് ലൊക്കേഷന്റെ ബേസിസിലായിരിക്കും. എവിടെയാണോ അവരുടെ ഓഫീസ് ലൊക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയനെ ചുറ്റിപ്പറ്റി ആയിരിക്കും. ഇല്ലെങ്കിൽ ദുബായിലാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളെങ്കിൽ ദുബായിലുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും അവർ കൂടുതൽ ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുക. ബിക്കോസ് മറ്റു പല എമിറേറ്റ്സിൽ നിന്നും ഇല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെയുള്ള CVs എന്നൊക്കെ പറയുമ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് അത് മാച്ച് ആയാൽ പോലും ഒരിക്കലും ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിന് അവർക്ക് എത്തുന്ന കാര്യം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ എപ്പോഴും റിക്രൂട്ടേഴ്സ് ലൊക്കേഷന്റെ ബേസിസിലൊക്കെ ആയിരിക്കും CVs ഡൗൺലോഡ് ചെയ്യുകയും അവർ അനലൈസ് ചെയ്യുകയും ആഫ്റ്റർ ഒരു കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും ലൊക്കേഷന്റെ ബേസിസിലൊക്കെ ആയിരിക്കും. അപ്പം എപ്പോഴും നമ്മുടെ അവൈലബിലിറ്റി ഇവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹയറിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനീസ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് വോക്കിൻ ഇന്റർവ്യൂസ് വെക്കുക എന്നുള്ളത്. അപ്പോൾ പല സ്ഥലത്തുനിന്നും പല ഭാഗത്തുനിന്നും ആൾക്കാർ വോക്കിനായിട്ട് വരും. അതിൽ നിന്നും നല്ലൊരു കാൻഡിഡേറ്റിനെ അവരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക് വോക്കിൻ ഇന്റർവ്യൂസ്, ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂ, ഇല്ലെങ്കിൽ നമുക്ക് CV ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ആക്ച്വലി ഇവിടെയുള്ള ഒരു കാൻഡിഡേറ്റിനാണ്. അതിനേക്കാൾ ഉപരി ഇവിടെ കറന്റ് പ്രസന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിനാണ് മറ്റ് പുറത്തുള്ള ആൾക്കാരെക്കാളും എപ്പോഴും ഒരു കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ കുറേയേറെ കാരണം, ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു 5 to 6 കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ പോലെ തന്നെ ഒരുപാട് മറ്റു പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഏറെക്കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മൾ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ CV റെസ്യൂമെ നമ്മൾ റിക്രൂട്ടർക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ കോൾസ് ഇല്ലെങ്കിൽ ഒരു മെയിൽ ഇല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഏറ്റവും ലെസ് പോസിബിലിറ്റി അതുകൊണ്ടാണ്. ഒരിക്കലും അത്ര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഹയറിംഗ് പ്രോസസ്സിലൂടെ അധികം റിക്രൂട്ടേഴ്സും പോകില്ല. കാരണം
ഇവിടുത്തെ മാർക്കറ്റ്, ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് വെരി കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലിരുന്നുകൊണ്ട് ജോലി നോക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാകും, അറിയുന്ന ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ ജൂനിയർ ആയിട്ട് സീനിയർ ആയിട്ടൊക്കെ പഠിച്ചിരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരൊന്നും ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തതല്ല, ദ ആക്ച്വൽ സെനാരിയോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ റിക്വസ്റ്റ് ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ, നമ്മൾ CV ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് അവരുടെ കമ്പനിയിലെ റിക്രൂട്ടേഴ്സിന് ആ CV ഷെയർ ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ഒരിക്കലും നമ്മളെ നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തണം, ഇവിടെ ഒരു ജോലി കൊടുക്കണം എന്ന് അവർക്ക് പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും HR ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് വേക്കൻസീസ് ഉണ്ടെങ്കിൽ ആ CV ഫോർവേഡ് ചെയ്യാനേ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു CV ഫോർവേഡ് ചെയ്യുന്ന സമയത്തിൽ 100-ൽ 1 CV ആയിരിക്കും നമ്മുടെ CV എന്ന് പറയുന്നത്. അപ്പൊ അതിന് എത്രത്തോളം ഒരു ചാൻസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ആ ഒരു റിക്രൂട്ടറുടെ മൈൻഡിനെ അല്ലെങ്കിൽ അവരുടെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടിരിക്കും, ഇല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാച്ച് ആവുന്ന രീതിയിലിരിക്കും നമ്മൾക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഇന്റർവ്യൂസ് കിട്ടാനുള്ള ചാൻസസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലാരും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇവിടെ വരിക, വിസിറ്റ് വിസയൊക്കെ എടുത്ത് ജോബ് സെർച്ച് ചെയ്യുക. ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആണ് കുറച്ച്, ബട്ട് ഒരു ഡേ എന്തായാലും കിട്ടും, ജോബ് കിട്ടും. സോ മേ ബി ഒരു വിസിറ്റോ 2 വിസിറ്റോ ഒക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും നമ്മൾ കുറച്ച് ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, കുറെ വെയിൽ കൊള്ളേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, ചിലപ്പോൾ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും ഒരു ഡേ നമുക്ക് സക്സസ് ആയിട്ട് വരും. പക്ഷെ നമ്മൾ നാട്ടിലിരുന്നോണ്ട് CV അയച്ചു കഴിഞ്ഞാൽ ചാൻസ് കിട്ടാന്ന് പറയുന്നത് വളരെ ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനുള്ള റീസൺസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ആഡ് ചെയ്യുക. ഞാൻ ഇതുപോലെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. സോ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ, ടേക്ക് കെയർ.